നമസ്കാരം. ലക്ഷ്യയുടെ LGS PQ പർവ്വത്തിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ LGS എക്സാമിന് വേണ്ടി ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ആ സിലബസ് പ്രകാരം പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് നിങ്ങൾക്ക് തന്നു. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവർ നമ്മുടെ യൂട്യൂബിൽ കയറി ക്ലാസ്സുകൾ കാണുക, എങ്കിലേ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു PQ ചോദ്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിലോട്ട് പോകുന്നത്. ഇന്നത്തെ ചോദ്യം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ലക്ഷ്യ LGS പഠിക്കുന്നവർക്ക് വേണ്ടി, ഓഫ്ലൈനിൽ വന്ന് പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി LGS എക്സാമിന് വേണ്ടി LGS ജോല എന്നൊരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്. എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. ക്ലിയർ ആണേ? നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇതാണ്. 2023 184 എക്സാം കോഡിന് ചോദിച്ചതാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 183 എക്സാം കോഡ്. ക്ലിയർ ആണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് എത്രയോ തവണ ചോദിച്ചതാണ്. വന ഗവേഷണ കേന്ദ്രം അല്ലെ? എവിടെയാണ് വന ഗവേഷണ കേന്ദ്രം? നമുക്കറിയാം പീച്ചി ആണ്. പീച്ചി തൃശ്ശൂരിലാണ് ഫോറസ്റ്റ് റിസർച്ച് കിടക്കുന്നത്. അപ്പോൾ ഈ വന ഗവേഷണ കേന്ദ്രം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നില്ല, മുത്തങ്ങ തന്നിട്ടുണ്ട്, ചിമ്മ തന്നിട്ടുണ്ട്, കോന്നിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് കാർഷിക മേഖലയിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും ചോദ്യങ്ങളുമാണ്. കാരണം ഇതിൽ ചോദിച്ചിരിക്കുന്നതേ ഒരു റിസർച്ചാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഒരുപാട് റിസർച്ചുകൾ ചോദിക്കുന്നുണ്ട്, ഗവേഷണ കേന്ദ്രങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രം പഠിക്കുമ്പോൾ നമുക്കറിയാം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ എന്ത് വന്നാലും സങ്കര ഇനങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? ഇപ്പൊ നെല്ല് മെയിൻ ആയിട്ടുള്ള ഒരു സങ്കര ഇനമാണ് നെല്ലെന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നെല്ല് വർഷം എന്നാണ് നമ്മൾ അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിക്കുന്നത്. നെല്ല് എന്ന പേരിൽ എന്തുണ്ട്? ഒരു 4 എന്ന നമ്പറുണ്ട്. കാണാതെ പഠിക്കണ്ട. അന്താരാഷ്ട്ര നെല്ല് വർഷം, നെല്ല് 4, 2004 തന്നെയാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്രത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക് ഒഡീഷയാണ്. കട്ടക്ക് ഒഡീഷയിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം അല്ലെ? കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം മനസ്സിലോടി വരണം. നെല്ലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല പാലക്കാട് തന്നെയാണ്. കേരളത്തിൽ നെല്ലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല പാലക്കാട്. അപ്പൊ എന്ത് വന്നാലും പാലക്കാടിൽ എന്ത് കാണും? ഒരു റിസർച്ച് കാണും ആണല്ലോ. പട്ടാമ്പി പാലക്കാട്. നെല്ലുൽപാദനത്തിൽ രണ്ടാമത് നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. അപ്പൊ അവിടെ 2 എണ്ണം ഉണ്ട്. ആലപ്പുഴയില് മങ്കൊമ്പും കായംകുളവും. അതുപോലെ തന്നെ പിന്നെ വൈറ്റിലുണ്ട്. വൈറ്റില എറണാകുളം. അതായത് കേരളത്തിൽ നമ്മുടെ സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 പട്ടാമ്പി പാലക്കാട്, 2 ആലപ്പുഴയിൽ 2 എണ്ണം, മങ്കൊമ്പും കായംകുളവും. അത് കഴിഞ്ഞിട്ട് 4ാമതാണ് വൈറ്റില എറണാകുളം. ഇതില് ഈ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ പേരൊക്കെ ഇപ്പൊ മാറുന്നുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിലൊക്കെ ആവും. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിലാവുന്നുണ്ട് മങ്കൊമ്പ്. ക്ലിയർ ആണേ? നെല്ല് കഴിഞ്ഞാൽ അടുത്ത നാളികേരം. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴ. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ. നമ്മുടെ സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഇരിക്കുന്നത്? സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ഇരിക്കുന്നത് കട്ടച്ചാൽക്കുഴി ബാലരാമപുരമാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എന്ന സ്ഥലത്തെ കട്ടച്ചാൽക്കുഴിയിലാണ് സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ഇരിക്കുന്നത്. ക്ലിയർ ആണേ? നാളികേര വികസന ബോർഡ്, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ്, അത് നമ്മുടെ കൊച്ചിയിലാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ക്ലിയർ ആണേ? അതുപോലെ തന്നെ ബയോ കോക്കനട്ട് പാർക്ക് ഉണ്ട്. അതായത് നാളികേര ജൈവ ഉദ്യാനം. ബയോ കോക്കനട്ട് പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ കുറ്റ്യാടി കോഴിക്കോടാണ് ബയോ കോക്കനട്ട് പാർക്ക് ഇരിക്കുന്നത്. നാളികേര ജൈവ ഉദ്യാനം. എന്നാൽ നിലവിൽ ഇന്ന് നമ്മുടെ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് മലപ്പുറം ജില്ലയാണ്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലയാണ് നാളികേര ഉൽപാദനത്തിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 2ാം സ്ഥാനം കോഴിക്കോട്. കാരണം കോഴിക്കോട് ആയിരുന്നു മുന്നിൽ നിന്നത്, പക്ഷെ ഇപ്പോൾ മലപ്പുറമാണ് നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ക്ലിയർ ആണേ? അപ്പൊ ശ്രദ്ധിക്കുക. സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തെ കട്ടച്ചാൽക്കുഴിയാണെങ്കിൽ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴയാണ്. അതുപോലെ തന്നെ നാളികേര വികസന ബോർഡ് കൊച്ചിയാണ്. നാളികേര ജൈവ ഉദ്യാനം ബയോ കോക്കനട്ട് പാർക്ക് കുറ്റ്യാടി കോഴിക്കോട്. ക്ലിയർ ആണ്? അപ്പൊ ചോദ്യം, നമ്മൾ നെല്ല് വർഷം പറഞ്ഞു 2004. അതുപോലെ നാളികേര വർഷം എന്നാണ്? നാളികേര വർഷമാണ് അല്ലെ? അതായത് നാളികേരം എന്ന് പറഞ്ഞാൽ തേങ്ങ. അപ്പൊ തേങ്ങ വീണാൽ ആ വർഷം തീർന്നു അല്ലെ? തേങ്ങ വീണാൽ ആ വർഷം തീർന്നു. എത്രയുടെ പണിയാണ്? 8ന്റെ പണിയാണ്. അപ്പൊ നാളികേര വർഷം എന്ന് കണ്ടാൽ 8ന്റെ പണി.
2008. 2008 നാളികേര വർഷം, മറക്കരുത്. 2008. ക്ലിയർ ആണേ. അടുത്തതാണ് വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം നമ്മുടെ കരമന, തിരുവനന്തപുരം തന്നെയാണ്. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കരമന, തിരുവനന്തപുരം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എവിടെയാണ് ഇരിക്കുന്നത്? ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുര, തിരുവനന്തപുരത്താണ്. പൂജപ്പുര ഇനി ഇല്ലെങ്കിൽ അവിടെ മേലാറന്നൂർ എന്നൊരു ഓപ്ഷൻ കാണും. മേലാറന്നൂർ, പൂജപ്പുരയിലെ മേലാറന്നൂർ എന്ന സ്ഥലത്താണ്. മേലാറന്നൂർ, പൂജപ്പുര, തിരുവനന്തപുരം. ക്ലിയർ ആണ്, മറന്നുപോകരുത്. സെൻട്രൽ സോയിൽ ടെസ്റ്റ് സെന്റർ എന്നോ സോയിൽ മ്യൂസിയം എന്നൊക്കെ ചോദിച്ചാൽ സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം അല്ലെ, കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം, സെൻട്രൽ സോയിൽ ടെസ്റ്റ് സെന്റർ എന്നോ അതുപോലെ തന്നെ സോയിൽ മ്യൂസിയം എന്നൊക്കെ കേട്ടാൽ ഉത്തരം പാറോട്ടുകോണം, തിരുവനന്തപുരമാണ്. പാറോട്ടുകോണം, തിരുവനന്തപുരം, മറന്നുപോകരുത്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയോ തവണ ചോദിച്ച ഒരു ഗവേഷണ സ്ഥാപനമാണ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ പാലോടാണ്. പാലോട് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. പാലോട്, തിരുവനന്തപുരം. ഈ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്ന പാലോടിൽ വേറൊരു സ്ഥാപനമുണ്ട്, ടിഷ്യൂ കൾച്ചർ. എന്ത് കൾച്ചർ? ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രവും പാലോട്, തിരുവനന്തപുരം തന്നെയാണ്. ക്ലിയർ ആണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയും ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനും മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഇരിക്കുന്നത് നമ്മുടെ കവടിയാർ, തിരുവനന്തപുരത്താണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഇരിക്കുന്നത് കവടിയാർ, തിരുവനന്തപുരമാണ്. ക്ലിയർ ആണ്. അപ്പൊ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എവിടെയാണ് ഇരിക്കുന്നത്? കവടിയാർ, തിരുവനന്തപുരത്താണ്. എന്നാൽ ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ, ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ ഇരിക്കുന്നത് സദാനന്ദപുരം, കൊല്ലമാണ്. സദാനന്ദപുരം, കൊല്ലത്താണ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ അല്ലെങ്കിൽ ഫാമിംഗ് മാനേജ്മെന്റ്. ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ എന്നോ ഫാമിംഗ് മാനേജ്മെന്റ് എന്നൊക്കെ കണ്ടാൽ ഉത്തരം നമ്മുടെ സദാനന്ദപുരം, കൊല്ലമാണ് ആൻസർ. ക്ലിയർ ആണ്. റബ്ബറിന്റെ ചോദ്യങ്ങൾ. ഇന്ത്യൻ റബ്ബർ ബോർഡ്. ഇന്ത്യൻ റബ്ബർ ബോർഡ് എന്ന് ചോദിച്ചാലും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചാലും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആസ്ഥാനം എന്ന് ചോദിച്ചാലും ഇന്ത്യൻ റബ്ബർ ബോർഡ് എന്ന് ചോദിച്ചാലും ഒക്കെ ഉത്തരം നമ്മളെ കോട്ടയം തന്നെയാണ്. എന്താണ് ഉത്തരം? കോട്ടയം തന്നെയാണ്. എന്നാൽ റെപ്കോ, RUBCO ആണ് റെപ്കോ. RUBCO, റെപ്കോ. റെപ്കോ എന്ന് പറഞ്ഞാൽ റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് സൊസൈറ്റിയാണ് റെപ്കോ. ഓർക്കുക, കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നോ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ റെപ്കോയാണ്. കണ്ണൂരാണ് ആസ്ഥാനം. എവിടെയാണ് ആസ്ഥാനം? കണ്ണൂരിലാണ്. ക്ലിയർ ആണ്. റബ്ബർ വക്സ് ചോദിച്ചാൽ ശ്രദ്ധിക്കണേ, റബ്ബർ വക്സ് നമ്മുടെ തിരുവനന്തപുരമാണ്. റബ്ബർ വക്സ് തിരുവനന്തപുരമാണ്. അപ്പൊ റബ്ബർ വക്സ് തിരുവനന്തപുരം. റബ്ബർ ബോർഡ് കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കോട്ടയമാണ്. റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് സൊസൈറ്റി റെപ്കോ കണ്ണൂരാണ്. ക്ലിയർ ആണ്. എന്നാൽ റബ്ബറൈസ്ഡ് റോഡ് എവിടെ തുടങ്ങും? കോട്ടയം, കുമളിയാണ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടയം, കുമളിയാണ്. റബ്ബർ പാർക്ക് ഐരാപുരം, എറണാകുളമാണ്. മറന്നുപോകരുത്. റബ്ബർ പാർക്ക് എവിടെയാണ്? ഐരാപുരം, എറണാകുളത്താണ് റബ്ബർ പാർക്ക്. ഐരാപുരം എവിടെയെന്ന് ചോദിച്ചാൽ എറണാകുളം. ക്ലിയർ ആണ്. എറണാകുളം. ക്ലിയർ ആണ്. അടുത്തത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം. വാഴയുടെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം നമ്മുടെ ഇവിടെ തന്നെയാണ്, കണ്ണാറ, തൃശ്ശൂരിലാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കണ്ണാറ, തൃശ്ശൂരാണ്. അതുപോലെ തന്നെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രമുണ്ട്. പൈനാപ്പിളിന്റെ റിസർച്ച്, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. ഈ കൈതച്ചക്കയുടെ മെയിൻ റിസർച്ച് ശ്രദ്ധിക്കണം. കൈതച്ചക്കയുടെ മെയിൻ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് വെള്ളാനിക്കര തന്നെയാണ്. വാഴക്കുളത്തൊരു സബ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണുള്ളത്. ഒരു ചെറിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വാഴക്കുളത്തുണ്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ അല്ലെങ്കിൽ കൈതച്ചക്കകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ് എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്ന സ്ഥലം. അതുകൊണ്ട് ആ വാഴക്കുളത്തിനെ നമ്മൾ വിളിക്കുന്നു കൈതച്ചക്ക ഗ്രാമം അല്ലെങ്കിൽ പൈനാപ്പിൾ വില്ലേജ്. മെയിൻ പൈനാപ്പിളിന്റെ റിസർച്ച് സെന്റർ കേന്ദ്രം വെള്ളാനിക്കര, തൃശ്ശൂർ തന്നെയാണ്. ക്ലിയർ ആണ്. എന്നാൽ പൈനാപ്പിൾ വില്ലേജ് എന്ന് ചോദിച്ചാൽ ഓർക്കുക വാഴക്കുളം, എറണാകുളം. വാഴക്കുളം, എറണാകുളം. പൈനാപ്പിളിന്റെ ഒരു റിസർച്ച് ചെറിയ സെന്റർ എവിടെയുണ്ട്? നമ്മുടെ വാഴക്കുളത്തും ഉണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷെ മെയിൻ കേന്ദ്രം നമ്മുടെ വെള്ളാനിക്കരയാണ്. ക്ലിയർ ആണ്. എന്നാൽ കാർഷിക ഗവേഷണ കേന്ദ്രം അല്ലെ, കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി, തൃശ്ശൂർ. കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി, തൃശ്ശൂരിലാണ് കാർഷിക ഗവേഷണ കേന്ദ്രം. കാർഷിക സർവകലാശാല യഥാർത്ഥത്തിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സർവകലാശാല മണ്ണുത്തിയിൽ ഒരു കാർഷിക കോളേജ് ഉണ്ട്. SCRT കാർഷിക സർവകലാശാല എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് മണ്ണുത്തിയാണ്. അത് കാർഷിക കോളേജാണ്. യഥാർത്ഥത്തിൽ കാർഷിക സർവകലാശാല വെള്ളാനിക്കരയുണ്ട്. എവിടെയാണ്? വെള്ളാനിക്കര. അപ്പോൾ കാർഷിക ഗവേഷണ കേന്ദ്രം
മണ്ണുത്തി തൃശ്ശൂർ, കാർഷിക കോളേജും മണ്ണുത്തി തൃശ്ശൂരുണ്ട്, കാർഷിക സർവകലാശാല വെള്ളാനിക്കര തൃശ്ശൂർ. ക്ലിയർ ആണ്? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വന ഗവേഷണ കേന്ദ്രം, ഫോറസ്റ്റ് റിസർച്ച് സെന്റർ, വനം അല്ലെ, വന ഗവേഷണം, ഫോറസ്റ്റ് റിസർച്ച് ആണ്. പീച്ചി തന്നെയാണ്. പീച്ചി എവിടെയാണ്? തൃശ്ശൂർ തന്നെയാണ് വന ഗവേഷണ കേന്ദ്രം. അപ്പൊ വനത്തിന്റെ ചോദ്യം, ഫോറസ്റ്റ് റിസർച്ച് സെന്റർ പീച്ചി തൃശ്ശൂരാണെങ്കിൽ, ഫോറസ്റ്റ് റിസർച്ച് സെന്റർ പീച്ചി തൃശ്ശൂരാണെങ്കിൽ വനവികസന കോർപ്പറേഷൻ എവിടെയാണ്? കോർപ്പറേഷൻ, വനവികസന കോർപ്പറേഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയമാണ്. എവിടെയാണ്? കോട്ടയമാണ്. എന്നാൽ വനം വകുപ്പ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് എന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. വനം വകുപ്പ് വഴുതക്കാട്, തിരുവനന്തപുരം. വഴുതക്കാട് തിരുവനന്തപുരത്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നത്. എന്നാൽ ഈ ഫോറസ്റ്റിന്റെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സംസ്ഥാന വന പരിശീലന കേന്ദ്രം, സംസ്ഥാന വന പരിശീലന കേന്ദ്രമാണ് സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഫോറസ്റ്റിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഓർക്കുക. അത് നമ്മുടെ അരിപ്പ തിരുവനന്തപുരത്താണ്. എവിടെയാണ്? അരിപ്പ തിരുവനന്തപുരം. ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അരിപ്പ തിരുവനന്തപുരം. അവിടെ ഒരു പോലീസ് അക്കാഡമിയും കൂടെയുണ്ട് നമ്മുടെ അരിപ്പയിൽ. ക്ലിയർ ആണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, CPCRI എന്ന് നമ്മൾ പറയും, ചുരുക്കി CPCRI. CPCRI, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. CPCRIയുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുട്ലു, കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ കുട്ലു എന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. ക്ലിയർ ആണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI. CTCRI ആണ്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് ആണ്. മറ്റേത് പ്ലാന്റേഷൻ ക്രോപ്സ് ആണെങ്കിൽ ഇത് ട്യൂബർ ക്രോപ്സ് ആണ്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീകാര്യം തിരുവനന്തപുരം, ശ്രീകാര്യം തിരുവനന്തപുരം തന്നെയാണ്. ക്ലിയർ ആണ്? കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അപ്പോൾ ശ്രദ്ധിക്കുക, തോട്ടവിള നമ്മൾ പറഞ്ഞു CPCRI, അത് വന്നിട്ട് കുട്ലു കാസർഗോഡാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു കിഴങ്ങ് വിളയും പറഞ്ഞു, കേന്ദ്ര കിഴങ്ങ് വിള CTCRI, ശ്രീകാര്യം തിരുവനന്തപുരം എന്ന് പറഞ്ഞു. എന്നാൽ കിഴങ്ങുവിള, കേന്ദ്ര കിഴങ്ങുവിള പറഞ്ഞതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് അറിയുക. കേന്ദ്ര ഉരുളക്കിഴങ്ങാണ്, നാഷണൽ ലെവലിൽ അറിയപ്പെടുന്നതാണ്. അവർക്ക് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന സെൻട്രൽ അല്ലെങ്കിൽ കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം വേറൊന്നുമല്ല, നമ്മുടെ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് സെന്റർ എന്നോ നാഷണൽ പൊട്ടറ്റോ റിസർച്ച് സെന്റർ എന്നോ എന്ത് ചോദിച്ചാലും കേന്ദ്രം ഉദ്ദേശിച്ചാൽ ഒറ്റയിടത്തേ ഉള്ളൂ, നമ്മുടെ ഷിംല ഹിമാചൽ പ്രദേശ്. എവിടെയാണ്? ഷിംല ഹിമാചൽ പ്രദേശാണ് കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം. കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഷിംല ഹിമാചൽ പ്രദേശാണ്. ക്ലിയർ ആണ്? കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം, കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം അയ്യപ്പൻകാവ് കൊച്ചിയാണ്. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ ചോദ്യം കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം എന്നാണ് പറഞ്ഞത്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പെട്ടെന്ന് തോന്നും പനങ്ങാട് കൊച്ചിയാണെന്ന് തോന്നും. അത് കുഫോസ് ആണ്. കുഫോസ് ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് സെന്റർ ആണ്. അത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡി സെന്റർ ആണ്. സ്റ്റഡി സെന്റർ ആണ് കുഫോസ് എന്ന് വിളിക്കുന്നത്, നമ്മൾ പനങ്ങാട് കൊച്ചിയിൽ കിടക്കുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞത് റിസർച്ച് ആണ്. അതായത് കേന്ദ്ര സമുദ്രജല മത്സ്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സ്ഥാപനം കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം എന്ന് കണ്ടാൽ ഉത്തരം അയ്യപ്പൻകാവ് കൊച്ചി കൊടുക്കുക. ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് സെന്റർ ആണ് പനങ്ങാട് കൊച്ചി. അതിനെയാണ് നമ്മൾ കുഫോസ് എന്ന് വിളിക്കുന്നത്. ഫുൾ ഫോം അറിയുക, ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് സെന്റർ. ക്ലിയർ ആണ്? അടുത്തത് സ്പൈസസിന്റെ ചോദ്യങ്ങളാണ്. സ്പൈസസിന്റെ ചോദ്യങ്ങൾ നമുക്ക് ലേറ്റസ്റ്റും കൂടെ ചോദിച്ചിടണോ? അതായത് നമുക്കറിയാം സ്പൈസസ് പാർക്ക്, നമ്മൾ സ്പൈസസ് പാർക്ക് പഠിച്ചിട്ടുള്ളത് പുറ്റടി ഇടുക്കി തന്നെയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്പൈസസ് പാർക്ക് ഇടുക്കിയിലെ പുറ്റടി ഭാഗത്തുള്ള തുടങ്ങനാട് PSC ചോദിച്ചു. തുടങ്ങനാട് മറക്കരുത്. സ്പൈസസ് പാർക്ക് തുടങ്ങനാട്, ഇടുക്കിയാണ് തുടങ്ങനാട്. അപ്പോൾ പുറ്റടി കണ്ടാലും കറക്റ്റാണ്, സ്പൈസസ് പാർക്ക് പുറ്റടി തന്നെയാണ്. പക്ഷെ PSC ഇടയ്ക്കൊരു പരീക്ഷയ്ക്ക് തുടങ്ങനാട് കൊടുത്തിരുന്നു. ഇടുക്കിയിലാണ്, ഇടുക്കിയിൽ തന്നെയാണ് ഈ തുടങ്ങനാടും സ്പൈസസ് പാർക്ക്. ഓർക്കുക. സ്പൈസസ് ബോർഡ് എവിടെയാണ്? ബോർഡ്, സ്പൈസസ് ബോർഡ് പാലാരിവട്ടം കൊച്ചിയിലാണ് ഇരിക്കുന്നത്. സ്പൈസസ് ബോർഡ് പാലാരിവട്ടം കൊച്ചി. സ്പൈസസ് ബോർഡ് പാലാരിവട്ടം. അപ്പൊ സ്പൈസസ് പാർക്ക് നമുക്കറിയാം, സ്പൈസസ് പാർക്ക് പുറ്റടി.
ഇടുക്കിയിലുണ്ട് അല്ലേ. ഇടുക്കിയിലാണ് സ്പൈസസ് പാർക്ക് ഇരിക്കുന്നത്, പുറ്റടി ഇടുക്കി. പക്ഷെ ഇടയ്ക്കൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്പൈസസ് പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ പുറ്റടി ഭാഗത്ത് തന്നെയാണ്. ഓർക്കുക, തുടങ്ങനാട് കൊടുത്തു. ഇടുക്കി തന്നെയാണ് തുടങ്ങനാട് എന്ന് പറയുന്ന പ്രദേശം. തുടങ്ങനാട് ആൻസർ കൊടുത്തിരുന്നു. ക്ലിയർ ആണ്. അപ്പൊ തുടങ്ങനാട് കണ്ടാലും നമ്മുടെ സ്പൈസസുമായിട്ട് ബന്ധമാണെന്ന് ഓർക്കുക. ഇടുക്കിയിലാണ് തുടങ്ങനാട്. നമ്മുടെ പുറ്റടി കണ്ടാലും സ്പൈസസ് പാർക്ക് തന്നെ പുറ്റടിയിലുണ്ട്. ക്ലിയർ ആണ്, മറന്നുപോകരുത്. സ്പൈസസ് ബോർഡ് എവിടെയാണ്? സ്പൈസസ് ബോർഡ് പാലാരിവട്ടം കൊച്ചിയിലാണ് സ്പൈസസ് ബോർഡ് ഇരിക്കുന്നത്. പാലാരിവട്ടം കൊച്ചിയിൽ തന്നെയാണ് സ്പൈസസ് ബോർഡ് ഇരിക്കുന്നത്. എന്നാൽ സ്പൈസസ് ഭവൻ ഉണ്ട്. മലയാളമാണ് സുഗന്ധ ഭവൻ. സുഗന്ധ ഭവൻ അല്ലെങ്കിൽ സ്പൈസസ് ഭവൻ, അത് പാലാരിവട്ടം കൊച്ചിയിൽ തന്നെയാണ് സ്പൈസസ് ഭവനും ഇരിക്കുന്നത്. സുഗന്ധ ഭവൻ അല്ലെങ്കിൽ സ്പൈസസ് ഭവൻ ഇരിക്കുന്നത് പാലാരിവട്ടം കൊച്ചി, അവിടെ തന്നെയാണ് സ്പൈസസ് ബോർഡും ഇരിക്കുന്നത്. ഇനി സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, സ്പൈസസിന്റെ മെയിൻ റിസർച്ച്, അതായത് മെയിൻ റിസർച്ച് ആണ്. അതിനെയാണ് നമ്മൾ IISR എന്ന് വിളിക്കും. IISR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IISR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മെയിൻ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, അതായത് സുഗന്ധവിളയ്ക്ക് വേണ്ടി വന്ന മെയിൻ റിസർച്ച് സെന്ററാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ IISR എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് മൂഴിക്കൽ, കോഴിക്കോട് മാരാരിക്കുന്ന് ക്യാമ്പസിലാണ്. മറക്കരുത്, മൂഴിക്കലിലാണ് ഇരിക്കുന്നത്, കോഴിക്കോടാണ് മാരാരിക്കുന്ന്. മാരാരിക്കുന്ന്, മൂഴിക്കൽ, കോഴിക്കോട് മാരാരിക്കുന്ന്. IISR എന്ന് വിളിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എന്ന് വിളിക്കുന്ന കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ്. ക്ലിയർ ആണ്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം നമ്മുടെ ഇടുക്കി തന്നെയാണ്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം, കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്ന് വിളിക്കുന്നത് ഇടുക്കി ജില്ലയാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം കേരളമാണെങ്കിൽ കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം ഇടുക്കിയാണ്. ക്ലിയർ ആണ്. പുൽത്തൈലം, പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പുൽത്തൈല ഗവേഷണ കേന്ദ്രമാണ് ഓടക്കാലി, എറണാകുളം. ഓടക്കാലി എറണാകുളത്താണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം കേട്ടോ, മറക്കരുത്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളമാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം തന്നെയാണ്. ഇവിടെ ഒരു ഔഷധ സസ്യങ്ങളുടെ ഗവേഷണമുണ്ട്. അതായത് ഈ പറഞ്ഞ പുൽത്തൈല ഗവേഷണ കേന്ദ്രം കിടക്കുന്ന ഓടക്കാലിയില് സുഗന്ധവിള ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രമുണ്ട്. ശ്രദ്ധിക്കണേ, സുഗന്ധവിള ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം കേട്ടോ, ഓർക്കുക. സുഗന്ധവിള ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രവും നമ്മുടെ പുൽത്തൈലം കിടക്കുന്ന അവിടെയുണ്ട്, ഓടക്കാലി. അത് തന്നെയാണ് ഓർക്കുക, സുഗന്ധവിള ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം. സുഗന്ധവിള ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രമാണ് നമ്മുടെ ഓടക്കാലി, എറണാകുളം. ക്ലിയർ ആണ്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം, കേന്ദ്രത്തിലെ ഏലം മയിലാടുംപാറ ഇടുക്കിയാണ്. കേന്ദ്ര ഏലം എന്ന് കണ്ടാൽ മയിലാടുംപാറ ഇടുക്കിയാണെങ്കിൽ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം നമ്മുടെ പാമ്പാടുംപാറ ഇടുക്കിയാണ്. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം കിടക്കുന്നത്. ഏലം ലേല കേന്ദ്രം എവിടെയാണ്? വണ്ടൻമേട് ഇടുക്കിയിലാണ് ഏലത്തിന്റെ ലേല കേന്ദ്രം. അപ്പോൾ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ ഇടുക്കിയാണെങ്കിൽ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കിയാണെങ്കിൽ ഏലം ലേല കേന്ദ്രം കിടക്കുന്നത് വണ്ടൻമേട് ഇടുക്കിയാണ്. ക്ലിയർ ആണ്, മറന്നുപോകരുത്. ഇൻഡോസിസ് പ്രോജക്ട്, ഇൻഡോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡോസിസ് എന്ന് പറയുന്നത് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും സംയുക്തമായി കൊണ്ടുവന്ന ഒരു നാൽക്കാലി പദ്ധതിയാണ്, അല്ലെങ്കിൽ കന്നുകാലി പദ്ധതി. ഇൻഡോസിസ് പ്രോജക്റ്റ് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും സംയുക്തമായി കൊണ്ടുവന്ന ഒരു കന്നുകാലി പദ്ധതി അല്ലെങ്കിൽ നാൽക്കാലി പദ്ധതിയാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻഡോസിസ് എന്ന് വന്നു. അപ്പൊ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും അതിലുണ്ട്. ഇൻഡോസിസ്, ഇന്ത്യയുണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്. വർഷവും നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ഇൻഡോസിസിൽ ഒരു 6 ഉണ്ട് അല്ലേ. 1963 ഇൻഡോസിസ്, മറക്കരുത്. ഇൻഡോസിസ് 1963 കണ്ടോ. ഇൻഡോസിസിൽ ഒരു 6 ഉണ്ട്. 1963 ഇൻഡോസിസ് പ്രോജക്റ്റ്. അപ്പൊ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു, നാൽക്കാലി പദ്ധതിയാണ് അല്ലെങ്കിൽ കന്നുകാലി പ്രോജക്റ്റ് ആണ്. അപ്പൊ കന്നുകാലി, നാൽക്കാലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആട്, മാട് എന്നൊക്കെ വരും. അപ്പൊ അതിലുണ്ട് ഉത്തരം, മാട്ടുപ്പെട്ടി ഇടുക്കിയാണ്. മാട്ടുപ്പെട്ടി ഇടുക്കിയാണ്, മറക്കേ ചെറുത്. ഇൻഡോസിസ് പ്രോജക്റ്റ് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും സംയുക്തമായി കൊണ്ടുവന്ന നാൽക്കാലി കന്നുകാലി പദ്ധതിയാണ് ഇൻഡോസിസ്. 1963 മാട്ടുപ്പെട്ടി ഇടുക്കിയിലാണ് ആസ്ഥാനം. ക്ലിയർ ആണ്. അതുപോലെ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ ഉത്തരവുണ്ട്. ഇൻഡോ നോർവീജിയൻ, ഇന്ത്യയും നോർവേയും കൊണ്ടുവന്ന മത്സ്യബന്ധന പദ്ധതിയാണ്. അപ്പൊ അത് വന്നത് ഫിഷറീസ് അല്ലേ. അപ്പൊ 53 ഏത് വർഷമാണ്? 53 കണ്ടോ. 10 കൂട്ടുമ്പോൾ 63 സിസ്, ഇൻഡോസിസ്. 53 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് ആണ്.
നീണ്ടകര കൊല്ലമാണ് ആസ്ഥാനം. നീണ്ടകര കൊല്ലമാണ് ആസ്ഥാനം, മറന്നുപോകുന്നത്. വിഴിഞ്ഞൊന്നും അടിച്ചു വെക്കരുത്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്ട് 1953, നീണ്ടകര കൊല്ലം. കുരുമുളകിന്റെ കേന്ദ്രം എത്രയോ തവണ ചോദിച്ച ചോദ്യമാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം അല്ലെ, പന്നിയൂര് കണ്ണൂർ തന്നെയാണ്. കുരുമുളകിന്റെ ഗവേഷണ കേന്ദ്രം പന്നിയൂര് കണ്ണൂർ തന്നെയാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം. ബ്രൗൺ പ്ലാന്റേഷൻ, ബ്രൗൺ പ്ലാന്റേഷൻ എന്നാണ് പറയുന്നത്. ബ്രൗൺ സായിപ്പ് കൊണ്ടുവന്ന പ്ലാന്റേഷൻ ആണ്. വേറൊന്നുമല്ല, ലോക പ്രശസ്തമായ നമ്മുടെ കർവ തോട്ടം ഇരിക്കുന്ന അഞ്ചരക്കണ്ടിയാണ് കണ്ണൂര. ബ്രൗൺ പ്ലാന്റേഷൻ എന്ന് കണ്ടാൽ അഞ്ചരക്കണ്ടി കണ്ണൂർ. ബ്രൗൺ പ്ലാന്റേഷൻ അഞ്ചരക്കണ്ടി കണ്ണൂരാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം, ഇഞ്ചിയുടെ കേന്ദ്രം, ഇഞ്ചിയുടെ ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാടാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട്, അമ്പലവയൽ വയനാടാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം. ക്ലിയർ ആണ്. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാപ്പി ചൂണ്ടൽ വയനാടാണ്. കാപ്പി ചുണ്ടയിൽ വെച്ചല്ലേ കുടിക്കുന്നത്, അപ്പൊ ചുണ്ടൽ വയനാട് അല്ലെങ്കിൽ ചുണ്ടൽ വയനാടാണ് കാപ്പി ഗവേഷണ കേന്ദ്രം. നമ്മൾ പറഞ്ഞു ഡോക്ടർ MS സ്വാമിനാഥന്റെ പേര് പറഞ്ഞു അല്ലെ. അതായത് ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിലാണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിലാക്കി എന്ന് പറഞ്ഞു. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നത് കൽപ്പറ്റ വയനാടാണ്. കൽപ്പറ്റ വയനാടാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽപ്പറ്റ വയനാട്. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിലുള്ള റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയാണ്. ഫൗണ്ടേഷൻ ചെന്നൈ, ഫൗണ്ടേഷൻ ചെന്നൈ മറക്കരുത്. ഫൗണ്ടേഷൻ ചെന്നൈയാണ്. എന്നാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽപ്പറ്റ വയനാടാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം, കശുവണ്ടി കാഷ്യൂ നട്ടിന്റെ പേരിലുള്ള റിസർച്ച്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? എത്രയോ തവണ ആവർത്തിച്ചൊരു ചോദ്യമാണ് കാഷ്യൂ നട്ടിൻ്റെത്. കശുവണ്ടിക്ക് രണ്ടിടത്ത് കേന്ദ്രങ്ങളുണ്ട്. മെയിൻ സെന്റർ, റിസർച്ച് സെന്റർ ആനക്കയം മലപ്പുറത്താണ്. ആനക്കയം മലപ്പുറത്താണ്. കാഷ്യൂ നട്ടിന്റെ മെയിൻ റിസർച്ച് സെന്റർ ഇരിക്കുന്നത് ആനക്കയം മലപ്പുറമാണെങ്കിൽ റിസർച്ച് സ്റ്റേഷൻ ഇരിക്കുന്നതാണ് മാടക്കത്തറ തൃശ്ശൂരാണ്. മാടക്കത്തറ തൃശ്ശൂരാണ് കശുവണ്ടിയുടെ സ്റ്റേഷൻ ഇരിക്കുന്നത്, റിസർച്ചിന്റെ സ്റ്റേഷൻ. എന്നാൽ മെയിൻ സെന്റർ, റിസർച്ച് സെന്റർ ആനക്കയം മലപ്പുറം. ആനക്കയം മലപ്പുറം. കാഷ്യൂ നട്ട് റിസർച്ച് സ്റ്റേഷൻ മാടക്കത്തറ തൃശ്ശൂർ. ക്ലിയർ ആണ്. അടുത്തത് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പ്രാദേശിക കാർഷിക ഗവേഷണം. ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു കാർഷിക ഗവേഷണ കേന്ദ്രം അല്ലെ, അഗ്രികൾച്ചറിന്റെ റിസർച്ച് സെന്റർ. കാർഷിക ഗവേഷണ കേന്ദ്രം നമ്മൾ എവിടെയാണ് പഠിച്ചത്? മണ്ണുത്തിയിലുണ്ടെന്ന് പറഞ്ഞു. കാർഷിക ഗവേഷണ കേന്ദ്രം നമ്മൾ എവിടെ പഠിച്ചു? മണ്ണുത്തിയിലുണ്ട് അല്ലെ. മണ്ണുത്തിയിലും നമ്മുടെ തൃശ്ശൂരിലെ മണ്ണുത്തി, വെള്ളാനിക്കരയൊക്കെ എന്ന് പറയുന്നത് കാർഷികവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ മണ്ണുത്തി, വെള്ളാനിക്കര എന്നൊക്കെ പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂരാണ് ആൻസർ. എന്നാൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം, അതിലൊരു പ്രാദേശികം കയറി വന്നാൽ അത് ഇംഗ്ലീഷാണ് റീജിയണൽ. റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ, പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം റീജിയണൽ. അത് മെയിൻ നമ്മുടെ പീലിക്കോട് കാസർഗോഡ് ഒരെണ്ണമുണ്ട്. പിന്നെ RAS എന്ന് വിളിക്കുന്ന റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. RAS, റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ, അതായത് പ്രാദേശിക കാർഷിക ഗവേഷണ സ്റ്റേഷനുകൾ. അത് നമ്മുടെ ഒന്ന് അമ്പലവയൽ വയനാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിലെ മണ്ണുത്തിയിൽ അതിൻ്റെ ഒരു വിങ് ഉണ്ട്. മണ്ണുത്തിയിലും ഉണ്ട് RASന്റെ ഒരു സ്ഥാപനം ഉണ്ട്. ക്ലിയർ ആണ്. അപ്പൊ മറന്നു പോകരുത്, കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂര്. എന്നാൽ അവിടെ ഒരു റീജിയണൽ കയറി വന്നാൽ റീജിയണൽ പ്രാദേശിക കാർഷിക ഗവേഷണ മെയിൻ കേന്ദ്രം പീലിക്കോട്. പീലിക്കോട് കാസർഗോഡും അതിന്റെ സ്റ്റേഷനുകൾ RAS എന്ന് വിളിക്കുന്ന റീജിയണൽ അഗ്രികൾച്ചറൽ സ്റ്റേഷൻസ്, പ്രാദേശിക കാർഷിക ഗവേഷണ സ്റ്റേഷനുകൾ നമ്മുടെ അമ്പലവയൽ വയനാടുണ്ട്. മണ്ണുത്തിയിലും അതിന്റെ ഒരു വിങ് ഉണ്ടെന്ന് ഓർക്കുക. മണ്ണുത്തിയിലുണ്ട്, ഓർത്തോണേ. കരിമ്പ്, കരിമ്പിന്റെ ഷുഗർ കെയിൻ എന്ന് നമ്മൾ പറയും അല്ലെ. ഷുഗർ കെയിൻ, കരിമ്പ്. കരിമ്പിന്റെ ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ട്? കരിമ്പിന്റെ മെയിൻ റിസർച്ച് സെന്ററുകൾ, ഷുഗർ കെയിന്റെ റിസർച്ച് സെന്ററുകൾ എവിടെയൊക്കെ ഉണ്ട്? ഒന്ന് നമ്മുടെ എവിടെയാണ്? തിരുവല്ല, പത്തനംതിട്ട തിരുവല്ലയിൽ ഒരെണ്ണമുണ്ട്. കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ട തിരുവല്ലയുണ്ട്. മേനോൻപാറ ചിറ്റൂര് പാലക്കാട്. മേനോൻപാറ ചിറ്റൂര് പാലക്കാട് മറക്കരുത്. ഇപ്പൊ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ ഒന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, രണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മേനോൻപാറ, ചിറ്റൂരിനടുത്തുള്ള മേനോൻപാറ. ക്ലിയർ ആണ്. അടുത്തത് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ്, വളരെ പ്രധാനപ്പെട്ടെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കീടനാശിനിയുടെ ഒരു കേന്ദ്രമാണ് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ്. KCPM എന്ന് പറയും. KCPM നമ്മുടെ ആലപ്പുഴ മങ്കൊമ്പിലാണ് ഇരിക്കുന്നത്. ആലപ്പുഴ മങ്കൊമ്പിലാണ് KCPM എന്ന് വിളിക്കുന്ന കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ്. കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ ആലപ്പുഴ മങ്കൊമ്പ്. സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഫരീദാബാദും ഉണ്ട്. ഇതിന്റെ ഒരു ചെറിയ സബ് ഏജൻസി നമ്മുടെ എറണാകുളത്തും ഉണ്ട് കേട്ടോ. പക്ഷേ ശ്രദ്ധിക്കുക,
സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മെയിൻ കേന്ദ്രം സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഫരീദാബാദ് ഉണ്ട്. ഇതിന്റെ ഒരു ചെറിയ സബ് ഏജൻസി എവിടെയുണ്ട്? നമ്മുടെ എറണാകുളത്തും ഉണ്ട് പെസ്റ്റിന്റെ. ക്ലിയർ ആണ്. പക്ഷേ കേരള സ്റ്റേറ്റ് പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ KCPM എന്നോ ചോദിച്ചാൽ ഉത്തരം ആലപ്പുഴയിലാണ് മങ്കൊമ്പ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ വൈറോളജി PSC എത്രയോ തവണ ചോദിച്ചതാണ്. വൈറോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേരള സർക്കാരിന്റെ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കേരള സ്റ്റേറ്റിന്റെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. അവർക്ക് കേരള സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നോ കേരള സർക്കാരിന്റെ യൂണിറ്റിലുള്ള നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നോ ചോദിച്ചാൽ അതിൽ കേരള സർക്കാരിന്റെ എന്ന് കാണണം. എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ആലപ്പുഴയിലാണ് ഇരിക്കുന്നത്. എവിടെയാണ്? ആലപ്പുഴയിലാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മുടെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്ന് കണ്ടാൽ നമ്മുടെ തിരുവനന്തപുരം തോന്നയ്ക്കലാണ്. നമ്മുടെ ലൈഫ് സയൻസ് പാർക്കൊക്കെ ഇരിക്കുന്ന അവിടെയാണ്. തിരുവനന്തപുരം തോന്നയ്ക്കലാണ് ഇരിക്കുന്നത് അഡ്വാൻസ്ഡ് വൈറോളജി. ഓർക്കുക, കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേരള യൂണിറ്റിന്റെ കീഴിലുള്ള നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചാൽ കേരള സർക്കാരിന്റെ ആ ക്വസ്റ്റ്യനിൽ കണ്ടാൽ നമുക്ക് ഉത്തരം ധൈര്യമായിട്ട് എഴുതാം ആലപ്പുഴ. എന്നാൽ കേരള സർക്കാർ ഇല്ല, വെറും നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന് ചോദിച്ചാൽ അത് പൂനെയിലുമുണ്ട്. എവിടെയാണ്? പൂനെയിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി മെയിൻ കേന്ദ്രം ഇരിക്കുന്ന പൂനെയാണ്. കേരള സർക്കാരിന്റെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്ന ആലപ്പുഴയാണെന്ന് ഓർക്കുക. ആലപ്പുഴ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, അഡ്വാൻസ്ഡ് കയറി വന്നാൽ ഉത്തരം മാറി തോന്നയ്ക്കൽ, തിരുവനന്തപുരം. ക്ലിയർ ആണ്. നമ്മൾ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്രയും ഗവേഷണ കേന്ദ്രങ്ങൾ പറഞ്ഞു. ഇനി ഇതിൽ മെയിനായിട്ട് കുറച്ച് സങ്കര ഇനങ്ങൾ അറിഞ്ഞിരിക്കണം. കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു. തിരുവല്ല പത്തനംതിട്ടയിലും ഉണ്ട്. നമ്മുടെ മേനോൻപാറ പാലക്കാട് ചിറ്റൂരിനടുത്തുള്ള അവിടെയും ഉണ്ടെന്ന് പറഞ്ഞു. കരിമ്പിന്റെ സങ്കര കരിമ്പ് മധുരമല്ലേ? മധുരം എന്ന് പറയുമ്പോഴേ മനസ്സിൽ വരണം മധുരിമ. കണ്ടോ? മധുരം എന്ന് പറഞ്ഞാലേ മാധുരി, മധുരിമ, മധുമതി, തിരുമധുരം. മറക്കേ ചെയ്യരുത്. കരിമ്പിന്റെ സങ്കര ഇനങ്ങളാണ് മാധുരി, മധുരിമ, മധുമതി, തിരുമധുരം. എല്ലാത്തിലും ഒരു മധുരമുണ്ട്. കാണാതെ പഠിക്കണ്ട. കരിമ്പെന്ന് കണ്ടാലേ മനസ്സിൽ വരണം മാധുരി, മധുരിമ, മധുരിമ, മധുമതി, തിരുമധുരം. ക്ലിയർ ആണ്. ചീര PSC ചോദിച്ചിട്ടുള്ളതാണ്. ചീരയ്ക്ക് നമുക്ക് പഠിക്കാൻ 2 ടൈപ്പ് ചീരയും അറിഞ്ഞിരിക്കണം. ചുവന്ന ചീരയും പച്ചച്ചീരയും. ചുവന്ന ചീര കണ്ണാറ ലോക്കൽ, അരുൺ കൃഷ്ണശ്രീ. ചുവന്ന ചീര കണ്ണാറ ലോക്കൽ, അരുൺ കൃഷ്ണശ്രീ. കണ്ണാറ ലോക്കൽ, അരുൺ കൃഷ്ണശ്രീ. പച്ചച്ചീരയാണ് രേണുശ്രീ മോഹിനി. അപ്പൊ കൃഷ്ണശ്രീ ചുവന്ന ചീര, പച്ചച്ചീര രേണുശ്രീയാണ്. പച്ചച്ചീര രേണുശ്രീ മോഹിനി. ചുവന്ന ചീര ഒന്നുകൂടെ കണ്ണാറ ലോക്കൽ, അരുൺ കൃഷ്ണശ്രീ. കണ്ണാറ ലോക്കൽ, അരുൺ കൃഷ്ണശ്രീ. രേണുശ്രീ മോഹിനി പച്ചച്ചീരയാണ്. ക്ലിയർ ആണ്. വെണ്ടയുടെ സങ്കര ഇനങ്ങൾ കിരൺ ആനക്കൊമ്പൻ, സൽകീർത്തി, സുസ്ഥിര, പുസ സവാനി. ഓർത്തോണം, പുസ സവാനി, അനാമിക, അർക്ക. വെണ്ടയുടെ സങ്കര ഇനങ്ങൾ കിരണുണ്ട്, അതുപോലെ തന്നെ ആനക്കൊമ്പൻ, സൽകീർത്തിയുണ്ട്, സുസ്ഥിരയുണ്ട്, പുസ സവാനിയുണ്ട്, അനാമിക, അർക്ക. ക്ലിയർ ആണ്. പാവപ്പെട്ട 3 സിസ്റ്റേഴ്സിന്റെ പേര് മനസ്സിൽ വരണം. പാവപ്പെട്ട 3 സഹോദരിമാരാണ് പ്രിയ, പ്രീതി, പ്രിയങ്ക. പാവൽ എന്ന് പറഞ്ഞാൽ പ്രിയ, പ്രീതി, പ്രിയങ്ക. പാവപ്പെട്ട 3 സിസ്റ്റേഴ്സ് ആണ് പ്രിയ, പ്രീതി, പ്രിയങ്ക. നമുക്കറിയാം മുളക് കഴിക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? മുഖമൊക്കെ കൂടെ ചുമക്കും അല്ലെ? അതായത് മുളക് കഴിച്ചാൽ നമുക്ക് ഒരു ഉജ്ജ്വലമാവും. ഉജ്ജ്വല, ജ്വാലാമുഖി, ജ്വാലാസഖി, അനുഗ്രഹം വന്നിങ്ങനെ തുള്ളുന്ന ഓർത്താൽ മതി. അനുഗ്രഹ, സമൃദ്ധി, ഇതെല്ലാം ഉജ്ജ്വല, ജ്വാലാമുഖി, ജ്വാലാസഖി, അനുഗ്രഹം. ഓർക്കുക, മുളകാണ് അനുഗ്രഹ, സമൃദ്ധി, വെള്ളായണി, അതുല്യ. വെള്ളായണിക്കാര് നമ്മുടെ വെള്ളായണി കാർഷിക കോളേജില്ലേ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി. ആ വെള്ളായണിക്കാർ ഇറക്കിയ മുളകാണ് വെള്ളായണി, അതുല്യ. അപ്പൊ ഓർക്കുക, മുളകെന്ന് കണ്ടാൽ ഉജ്ജ്വലയാകും, ജ്വാലാമുഖിയാകും, ജ്വാലാസഖിയാകും, അനുഗ്രഹ, സമൃദ്ധി, വെള്ളായണി, അതുല്യ. ക്ലിയർ ആണ്. പയറ് ശാരിക മാലിക ഗീതിക ജ്യോതിക. ഈ ജ്യോതിക എന്ന് പറയുന്നത് വെള്ളായണി ജ്യോതികയാണ്. വെള്ളായണിക്കാർ ഇറക്കിയ പയറാണ് വെള്ളായണി ജ്യോതിക. ഇനി KMV 1 ലോല ഭാഗ്യലക്ഷ്മി വൈജയന്തി. മറക്കരുത്, ലോല ഭാഗ്യലക്ഷ്മി വൈജയന്തി. അപ്പൊ വരണം. അതായത് പയറ് എന്ന് പറഞ്ഞാൽ ശാരിക മാലിക ഗീതിക ജ്യോതിക. നമുക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പറയാം. 4 പെൺകുട്ടികളുടെ പേര് ശാരിക, മാലിക, ഗീതിക, വെള്ളായണി, ജ്യോതിക അല്ലെ? അപ്പൊ നോക്കുക, KMV 1 ലോല
ഭാഗ്യലക്ഷ്മി വൈജയന്തി. തക്കാളിക്ക് എന്തെല്ലാം പറയും? തക്കാളി. ശക്തി മുക്തി മനുലക്ഷ്മി മനുപ്രഭ. ശക്തി മുക്തി, ശക്തി മുക്തി, മനുലക്ഷ്മി മനുപ്രഭ. അനഘ വെള്ളായണി വിജയാണ്. അനഘ വെള്ളായണി വിജയ്. അനഘ വെള്ളായണി വിജയാണ്, മറക്കരുത്. ശക്തി മുക്തി മനുലക്ഷ്മി മനുപ്രഭ, അനഘ വെള്ളായണി വിജയ്. ക്ലിയർ ആണ്? എള്ള്, നമ്മുടെ എള്ള് 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 നമുക്ക് എള്ള്. സോമ സൂര്യ, സോമ സൂര്യ, തിലക് തിലക്ധാര, തിലോത്തമ, തിലക് റാണി, കായംകുളം 1. അപ്പൊ എള്ളിന്റെ സങ്കരയിനങ്ങളാണ് സോമ സൂര്യ, തിലക് തിലക്ധാര, തിലക് റാണി, തിലോത്തമ. തിലക് ഉണ്ട്, തിലക് ധാരയുണ്ട്, തിലക് റാണിയുണ്ട്, തിലോത്തമയുണ്ട്, കായംകുളം 1. കായംകുളം 1 സോമ സൂര്യ. ക്ലിയർ ആണ്? എള്ളിന്റെ സങ്കരയിനങ്ങളാണ്. നമ്മുടെ തണ്ണിമത്തൻ ഷുഗർ ബേബിയാണ്. എന്ത് ബേബി? ഷുഗർ ബേബിയാണ് തണ്ണിമത്തൻ. ഷുഗർ ബേബി, ഷുഗർ ബേബി തണ്ണിമത്തൻ. അർക്കജ്യോതിയും തണ്ണിമത്തനാണ്. ഷുഗർ ബേബി അർക്കജ്യോതി, ഷുഗർ ബേബി അർക്കജ്യോതി. പപ്പായ, പപ്പായ പഞ്ചാബ് ജെയിന്റ് പപ്പായാണ്. പഞ്ചാബ് ജെയിന്റ് പപ്പായാണ്. ഹണി ഡ്യൂ വാഷിംഗ്ടൺ, ഹണി ഡ്യൂ, ഹണി ഡ്യൂ പപ്പായാണ്. വാഷിംഗ്ടൺ പപ്പായാണ്. പഞ്ചാബ് ജെയിന്റ്, ഹണി ഡ്യൂ, വാഷിംഗ്ടൺ. പഞ്ചാബ് ജെയിന്റ്, ഹണി ഡ്യൂ, വാഷിംഗ്ടൺ. പപ്പായയുടെ സങ്കരയിനങ്ങൾ. ക്യാബേജ്, ക്യാബേജിനെ നമ്മൾ എന്ത് വിളിക്കും? ഹരി റാണി എന്നാണ് വിളിക്കുന്നത്. ഹരി റാണിയാണ് ക്യാബേജ്, ഹരി റാണി. വൈറ്റ് ട്രഷർ, വൈറ്റ് ട്രഷർ. സ്നോ പേൾ, സ്നോ പേൾ. വൈറ്റ് ട്രഷർ, ഹരി റാണി, സ്നോ പേൾ, ഇതെല്ലാം ക്യാബേജ് ആണ്. ക്ലിയർ ആണ്? പടവലം, പടവലം ഹരിശ്രീ ബേബി കൗമുദി. പടവലം ഹരിശ്രീ ബേബി കൗമുദി, ഹരിശ്രീ ബേബി കൗമുദി പടവലം. വെള്ളരി, വെള്ളരി നമ്മൾ വെള്ളരിക്കയില്ലേ, വെള്ളരി. മുരിക്കോട് ലോക്കലും സൗഭാഗ്യം, മുരിക്കോട് ലോക്കൽ സൗഭാഗ്യ. വെള്ളരി, മുരിക്കോട് ലോക്കൽ സൗഭാഗ്യ. ക്ലിയർ ആണ്? നമ്മുടെ ഗോതമ്പ്, ഗോതമ്പ്. ഗോതമ്പിന് കല്യാൺ സോന എത്രയോ തവണ ചോദിച്ചാണ്. കല്യാൺ സോന, സൊണാലിക, അർജുൻ, ഗിരിജ, ശേഖർ, RR21, ബിത്തൂർ. ഏതൊക്കെയാണ്? അർജുൻ, ഗിരിജ, ശേഖർ, RR21, ബിത്തൂർ, ബീത്തർ എന്നൊക്കെ കണ്ടാലും ഗോതമ്പ് അടിച്ചിടുക കേട്ടോ. ബിത്തൂർ ഓർക്കുക. കല്യാൺ സോന, സൊണാലിക മെയിൻ ആണ്. കല്യാൺ സോന, സൊണാലിക, അർജുനുണ്ട്, ഗിരിജ, ശേഖർ, RR21, ബിത്തൂർ. ക്ലിയർ ആണ്? നമ്മുടെ മാതളം, മാതളം പോമഗ്രാനറ്റ്, മാതളം. മാതളം റൂബി, റൂബി കളറാണ് മാതളം അല്ലെ. റൂബി മാതളം ഓർക്കുക. റൂബി മാതളം. മസ്കറ്റ് മാതളമാണ്. ഗണേഷ് മാതളമാണ്. ധോൽക്ക മാതളമാണ്. ഓർക്കുക. റൂബി, മസ്കറ്റ്, ഗണേഷ്, ധോൽക്ക. റൂബി, മസ്കറ്റ്, ഗണേഷ്, ധോൽക്ക. ക്ലിയർ ആണ്? നമ്മുടെ വഴുതനങ്ങ, വഴുതനങ്ങ എന്തൊക്കെ കളറുണ്ടെന്ന് ഓർത്താൽ മതി. വഴുതനങ്ങ നീലിമ, നീല കളറുണ്ട്. നീലിമ, ഹരിത പച്ച കളറുണ്ട്. വഴുതനങ്ങ നീലിമ, ഹരിത, ശ്വേത, സൂര്യ. നീലിമ, ഹരിത, ശ്വേത, സൂര്യ. മറക്കരുത്. വഴുതനങ്ങയുടെ സങ്കരയിനങ്ങളാണ് നീലിമ, ഹരിത, ശ്വേത, സൂര്യ. ക്ലിയർ ആണ്? റബ്ബർ, റബ്ബർ GT1, GT1 റബ്ബറാണ്. GT1 റബ്ബറാണ്. PB 86 റബ്ബറാണ്. PR 17 റബ്ബറാണ്. GT1 റബ്ബർ, PB 86, PR 17. റബ്ബറിന്റെ സങ്കരയിനങ്ങളാണ് GT1, PB 86, PR 17. ക്ലിയർ ആണ്? കൂൺ, മഷ്റൂം, കൂണ് അല്ലെ. അതായത് കൂണിന്റെ സങ്കരയിനങ്ങളാണ് അനന്തൻ. എന്താണ്? അനന്തൻ. അനന്തൻ, ഭീമ, ഓയിസ്റ്റർ, മഷ്റൂം. അനന്തൻ, ഭീമ, ഓയിസ്റ്റർ, മഷ്റൂം. അനന്തൻ, ഭീമ, ഓയിസ്റ്റർ, മഷ്റൂം. അതിലൊരു മഷ്റൂം ഉണ്ട്, ഓയിസ്റ്റർ, മഷ്റൂം. നമ്മുടെ കൂണിന്റെ സങ്കരയിനങ്ങളാണ്. മത്തങ്ങ, മത്തങ്ങ. അമ്പിളിയുണ്ട്, അർക്കചന്ദ്രനുണ്ട്, അർക്കസൂര്യമുഖിയുണ്ട്, സൂരജുണ്ട്, സുവർണയുണ്ട്, സ്വലനുണ്ട്. സ്വലൻ കേട്ടോ. അതായത് മത്തന്റെ, നമ്മുടെ മത്തങ്ങ, മത്തനില്ലേ, മത്തങ്ങയുടെ സങ്കരയിനങ്ങളാണ് അമ്പിളി, അർക്കചന്ദ്രൻ, അർക്കസൂര്യമുഖി, സൂരജ്, സുവർണ, സ്വലൻ. മത്തൻ, മത്തങ്ങ. ക്ലിയർ ആണ്? ഇഞ്ചി, ഇഞ്ചി. ഇഞ്ചിക്ക് PSC കൂടുതൽ ചോദിച്ചുള്ള വരദ, സുപ്രഭ, സുരുചി. ഓർക്കണേ, വരദ, സുപ്രഭ, സുരുചി മെയിൻ ആണ്. ഇഞ്ചിയുടെ മെയിൻ സങ്കരയിനങ്ങളാണ് വരദ, സുപ്രഭ, സുരുചി. പക്ഷെ ഇഞ്ചിക്ക് ആതിര എന്ന് പറയും. ആതിര, അശ്വതി, കാർത്തിക, ചിത്ര, ചന്ദ്ര. ആതിര, അശ്വതി, കാർത്തിക, ചിത്ര, ചന്ദ്ര, വരദ, സുപ്രഭ, സുരുചി. വരദ, സുപ്രഭ, സുരുചി. ക്ലിയർ ആണ്? അടയ്ക്ക, നമ്മളെ പാക്ക്, പാക്ക്, അടയ്ക്ക അല്ലെ. അടയ്ക്ക, പാക്ക്, പാക്ക്, അടയ്ക്ക. മംഗളകർമ്മത്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് മംഗളം എല്ലാത്തിലും വരും. മംഗള ഉണ്ടോ? സുമംഗള, ശ്രീമംഗള, സ്വർണമംഗള, മോഹിത് നഗർ. ഇത് ശ്രദ്ധിക്കണേ. മോഹിത് നഗർ. മംഗള, സുമംഗള, മംഗള, സുമംഗള,
ശ്രീമംഗള, സ്വർണമംഗള, മോഹിത് നഗർ, അടയ്ക്ക, പാക്ക്, അടയ്ക്ക. നമ്മുടെ മുരിങ്ങ, അനുപമയാണ് മുരിങ്ങ. മുരിങ്ങ അനുപമയാണ് മുരിങ്ങ. ചക്ക, ചക്ക സിന്ദൂർ, ചക്ക സിന്ദൂർ ആണ് ചക്ക, മറക്കരുത്, ചക്ക സിന്ദൂർ. നമ്മുടെ കറുവാപ്പട്ട എന്തിനാണ്? നമ്മൾ മണത്തിനൊക്കെയാണ് ഇടുന്നത്, മണം. കറുവാപ്പട്ട സുഗന്ധിനിയാണ്, കറുവാപ്പട്ട സുഗന്ധിനിയാണ് കറുവാപ്പട്ട. ക്ലിയർ ആണ്? പരുത്തിയുടെ സങ്കര ഇനങ്ങളാണ് സുജാത, സവിത, സുജാത, സവിത, സുജാത, സവിത. പീച്ചിങ്ങ, പീച്ചിങ്ങ പച്ചക്കളറല്ലേ, ഹരിതയാണ്. പീച്ചിങ്ങ ഹരിതയാണ് പീച്ചിങ്ങ. ക്ലിയർ ആണേ? ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തോട്ടം എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തോട്ടം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ്. ചെന്തെങ്ങിന് പ്രസിദ്ധമാണ്. ചെന്തെങ്ങില്ലേ, നമ്മുടെ ചെന്തെങ്ങ്, ഗൗളിഗാത്ര, കരിക്കൊക്കെ കിട്ടുന്ന ചെന്തെങ്ങ്, ആ നീലേശ്വരം ഓർക്ക്, കാസർഗോഡ് നീലേശ്വരം, ചെന്തെങ്ങിന് പ്രസിദ്ധമായ നീലേശ്വരം ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തോട്ടമാണ്. അപ്പൊ തെങ്ങെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം സങ്കര ഇനങ്ങൾ. തെങ്ങ്, തേങ്ങ കിട്ടും. കേര, കേരഗംഗ, ലക്ഷഗംഗ, അനന്തഗംഗ, ആനന്ദഗംഗ, കേരശ്രീ, കേരസൗഭാഗ്യ, ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറി, ഇതെല്ലാം ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി, ചന്ദ്രലക്ഷ, ചന്ദ്രസങ്കര, ഇതെല്ലാം തെങ്ങിന്റെ സങ്കര ഇനങ്ങളെന്ന് നമുക്കറിയാം. PC ചോദിച്ചിട്ടുണ്ട് മലയൻ ഡോഫ്. എന്താണ് മലയൻ ഡോഫ്? ഓർക്കണേ, മലയൻ ഡോർഫ് തെങ്ങിന്റെ സങ്കര ഇനമാണ്. തെങ്ങെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നാളികേരവുമായിട്ട് ബന്ധപ്പെട്ട് സങ്കര ഇനങ്ങൾ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ കേരഗംഗ, ലക്ഷഗംഗ, അനന്തഗംഗ, ആനന്ദഗംഗ, കേരസൗഭാഗ്യ, കേരശ്രീ, അല്ലെ? നമുക്ക് കൽപ്പ സമൃദ്ധി, കൽപ്പശ്രേഷ്ഠ, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ കൽപ്പവൃക്ഷ ഓർക്ക്, കൽപ്പശ്രേഷ്ഠ, ചന്ദ്രസങ്കര, ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് ഓർഡിനറി, ഇതെല്ലാം തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. അതിൽ വളരെ പ്രധാനമാണ് മലയൻ ഡോഫ്. മലയൻ ഡോഫ് തെങ്ങാണ്, മലയൻ ഡോഫ്. കാരണം നമുക്കറിയാം ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി, അല്ലെ? ചോൾ ഇനത്തിൽപ്പെട്ടതും പൊക്കമുള്ളതും ഡോഫ് ഇനത്തിൽപ്പെട്ടതും ആണ് നമ്മൾ തെങ്ങിന്റെ സങ്കര ഇനങ്ങൾ തിരിക്കുന്നത്. ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി എന്ന് പറഞ്ഞാണ് തിരിക്കുന്നത്. അപ്പൊ അതിലൊരു ഡോഫ് ഉണ്ട്, മലയൻ ഡോഫ്. അപ്പൊ അതുപോലെ മലയൻ ഡോഫ് പോലെ നമ്മുടെ മനസ്സിൽ വരണം മലയൻ ഫോർ. മലയൻ ഫോർ എന്ന് കണ്ടാൽ കപ്പയാണ്, മരിച്ചീനി. മലയൻ ഫോർ എന്ന് പറഞ്ഞാൽ, മലയൻ ഫോർ എന്ന് പറഞ്ഞാൽ മരിച്ചീനിയാണ്. മലയൻ ഫോർ മരിച്ചീനി. ക്ലിയർ ആണേ? ഇത്രയും സങ്കര ഇനങ്ങളാണ് നമ്മൾ കാർഷിക മേഖല. അപ്പൊ ഇതിൽ നിന്ന് കാർഷിക മേഖലയുടെ ഒരു ഭാഗമാണ് ഞാൻ പഠിപ്പിച്ചത്. ഗവേഷണ കേന്ദ്രങ്ങൾ ഫുള്ളും പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട PC ചോദിക്കുന്ന സങ്കര ഇനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. നെല്ലിൻ്റെയൊക്കെ ഓർത്തിട്ട് പോകണം. നെല്ല് നമുക്കറിയാം. ഇപ്പം അന്നപൂർണ, ഹ്രസ്വ, ഇതെല്ലാം നെല്ല്, പവിത്ര, പവിഴം, ഇതൊക്കെ നമുക്കറിയാം. ഗോതമ്പ് നമ്മൾ പറഞ്ഞു, ഓർക്കുക. ഇതെല്ലാം ക്ലിയർ ആണ്. നെല്ലിനെ ബാധിക്കുന്ന രോഗമൊക്കെ നോക്കണം. അതുപോലെ തന്നെ നമ്മളെ ഗോതമ്പിനെ നെല്ലിനെ ബാധിക്കുന്നത് ഒരുപാട് രോഗങ്ങളുണ്ട്. നമുക്ക് ബാക്ടീരിയൽ ബ്ലൈറ്റ്, ബ്ലാസ്റ്റ് രോഗം, ബാക്ടീരിയൽ ബ്ലൈറ്റ്, ബ്ലാസ്റ്റ് വൈറസ്, ഓർക്കുക. ഇതെല്ലാം നെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ സങ്കര ഇനങ്ങളെല്ലാം നന്നായി പഠിക്കുക. നന്നായിട്ട് LGS എക്സാം എഴുതട്ടെ. LGS എക്സാം എഴുതുന്ന എല്ലാ എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും ഒരു നല്ലൊരു വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.